നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഒരു കഥയുണ്ട്, VM ദേവദാസ് എഴുതിയ അശു. ഇന്ന് നമ്മൾ പറയുന്ന കഥയിലെ നായകൻ്റെ പേര് അയ്യപ്പൻ എന്നാണ്. ഈ പുസ്തകം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ആളിൽ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒരു പാട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം എന്നുള്ളതാണ് ഞങ്ങളിന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പാട്ട് പാടാനായിട്ട് ഞാൻ വിശിഷ്ടരായിട്ടുള്ള കുറച്ച് ആളുകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പാട്ട് തുടങ്ങാം. ഇത് ശരണിനെ പലപ്പോഴും നിങ്ങൾ വീഡിയോയിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ശരൺ ഒരു പ്രതിഭയാണ്. അതായത് ഇന്ന് ഹാർമോണിയം പ്ലേ ചെയ്യുന്ന, വിൻഡ് ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്ന കൂട്ടത്തിൽ കേരളത്തിൽ തന്നെ എടുത്തു പറയാവുന്ന കലാകാരന്മാരിൽ ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ ഒരാൾ തീർച്ചയായിട്ടും ശരണായിരിക്കും. പാലക്കാട് പ്രയാഗ് കോളേജിൽ BBA പഠിക്കുകയാണ്. അത് പ്രത്യേകം പറയണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നല്ല. കോളേജിൽ അവൻ പോവാറില്ല. ഇത് കണ്ടിട്ട് അവന് അറ്റൻഡൻസ് ടീച്ചർമാർ കൊടുക്കും എന്നുള്ളൊരു ധാരണയില്ല എന്നോട് അത് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ശരിയായില്ലേ? 20 വയസ്സേ ഉള്ളൂ ശരണിന്. പക്ഷെ ശരൺ യോദ്ധയിലെ പടകാളി എന്ന് പറഞ്ഞ പാട്ട് വായിച്ച് ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ സാക്ഷാൽ AR റഹ്മാൻ വിളിച്ച് അഭിനന്ദിച്ച ഒരു കലാകാരൻ കൂടിയാണ്. ഇന്ന് ഇവിടെ നമ്മൾ വിളിച്ചപ്പോൾ സ്നേഹത്തോടെ ഇങ്ങോട്ട് വന്നത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യവും അനുഗ്രഹമൊക്കെയാണ്. താങ്ക് യു ശരൺ വന്നതിന്. ഇനി രണ്ടാമത്തെ ആള് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പെർക്കഷനിസ്റ്റാണ്. ഡെനിൽ എന്നാണ് ഇവൻ്റെ പേര്. ഇവൻ സത്യം പറഞ്ഞാൽ തബലയാണ് അവൻ്റെ പ്രധാന ആയുധം. ഇന്ന് ഡോലക്ക് അവൻ പ്ലേ ചെയ്യുന്നു. ഇനി അത് മാത്രമല്ല, പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് എന്താണെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കലാകാരനാണ്. അവന് നല്ലൊരു കൈയടി കൊടുക്കണം. ഇന്ന് ഡെനിലും അതുപോലെ ശരണും നമ്മുടെ കൂടെ പെർക്കഷൻ പ്ലേ ചെയ്യുന്നു. അതുപോലെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ജയദാസ് ഗോപാൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഒരു സംഗീതജ്ഞനാണ്. നമുക്ക് വേണ്ടി പാട്ട് ചിട്ടപ്പെടുത്തിയതും. ഇനി അശു എന്ന് പറയുന്ന ഈ കഥയിൽ നമ്മൾ രണ്ടാമതൊരു പാട്ട് കൂടിയുണ്ട്. ആ പാട്ടും നമുക്ക് വേണ്ടി, വളരെ മനോഹരമായ ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ് ജയദാസ് ഗോപാൽ. വളർന്നു വരുന്നൊരു സംഗീതജ്ഞനാണ്. എന്തായാലും നമുക്ക് ഇവരൊന്ന് പരിചയപ്പെട്ട സ്ഥിതിക്ക് ഈ ശരണിന്റെ കൈ എങ്ങനെയാണ് ഓടുന്നതെന്നൊന്ന് കണ്ടിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നിങ്ങൾ രണ്ടും ശരി. ഇനിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ സാഹസം. അപ്പോൾ ഈ അയ്യപ്പൻ്റെ പാട്ട് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ പാടുന്നത്. അയ്യപ്പ ചങ്കരൻ എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു പാട്ടാണ്. ഇല്ല, കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് പുതിയൊരു പാട്ടായിരിക്കും. എന്തായാലും ആ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് കഥയിലേക്ക് കിടക്കാം. റെഡിയാണോ എല്ലാവരും? റെഡി? 1 2 3 4. അയ്യപ്പച്ചങ്കരൻ പണ്ടൊരിക്കൽ കയ്യാലമേലൊന്ന് കേറി നോക്കി. 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 അമ്മ പറഞ്ഞു കേറണ്ട,
തനന തനനോ. അമ്മ പറഞ്ഞതും കേട്ടില്ല, അച്ഛൻ പറഞ്ഞതും കേട്ടില്ല. തനന തനന തനനോ, തനന തനന തനനോ. അയ്യപ്പ ചങ്കരൻ കടുപിടുന്നു, കയ്യാല മേലെന്ന് താഴെ വീണു. അയ്യോ നാട്ടുകാരോടി വന്നു, അയ്യപ്പ ചങ്കര താഴെ വീണു. ആളു പിടിച്ചു ഏലേല, അയ്യപ്പ ചങ്കരൻ പൊങ്ങിയില്ല. മാന വലിച്ചു ഏലേല, അയ്യപ്പ ചങ്കരൻ പൊങ്ങിയില്ല. താനാവിന താനാവിന താനാവിനതോ, താനാവിന താനാവിന താനാവിനതോ. തനന തനന തനനോ, തനന തനന തനനോ. രാജാവ് വന്നു മന്ത്രി വന്നു, കാലാള് വന്നു കുതിര വന്നു. രാജാവ് വന്നു മന്ത്രി വന്നു, കാലാള് വന്നു കുതിര വന്നു. രാജ്യത്തെ പട്ടാളമൊക്കെ വന്നു, അയ്യപ്പ ചങ്കരൻ പൊങ്ങിയില്ല. രാജ്യത്തെ പട്ടാളമൊക്കെ വന്നു, അയ്യപ്പ ചങ്കരൻ പൊങ്ങിയില്ല. ഏലയ്യ പിടി ഏലയ്യ, ഏലയ്യ ഏലയ്യ, ഏലയ്യ പിടി ഏലയ്യ, ഏലയ്യ ഏലയ്യ, ഏലയ്യ പിടി 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 ഏലയ്യ, ഏലയ്യ ഏലയ്യ. താനാവിന താനാവിന താനാവിനതോ, താനാവിന താനാവിന താനാവിനതോ, താനാവിന താനാവിന താനാവിനതോ, താനാവിന താനാവിന താനാവിനതോ. ഒരു കയ്യടി ഞങ്ങൾ അർഹിക്കുന്നുണ്ട്. താങ്ക് യു.